ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ്. അതിലെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് പോയി കാണണം, എന്നിട്ട് വേണം സെക്കൻഡ് പാർട്ട് കാണാൻ, എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിലൊരു കൊച്ചിൻ്റെ ഡൗട്ട് നോക്കുക. വൈ ഡസൻറ്റ് ഫുഡ് എൻ്റർ ട്രക്കിയ വൈ സോലോയിങ് ഇട്ട്? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് എന്തുകൊണ്ട് ട്രക്കിയ എന്ന് വെച്ചാൽ എന്താണ്? വിൻഡ് പൈപ്പ്, അതായത് ശ്വാസക്കുഴൽ, ശ്വാസനാളം എന്നൊക്കെ പറയും. അതിൽ എന്തുകൊണ്ട് ഫുഡ് ഇറങ്ങുന്നില്ല? നേരെ ഇതവിടാണ് അന്നനാളത്തിലോട്ട്, ഈസോഫാഗസിലോട്ട് തന്നെ പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് ആ കുട്ടിയുടെ ഡൗട്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ 2.4 ആൻഡ് ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി എപ്പിഗ്ലോട്ടിസ് ആൻഡ് ഊള ആൻഡ് ഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സെലോയിങ് പ്രോസസ്സ്. പറഞ്ഞിരിക്കുന്നത് ഈ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് എപ്പിഗ്ലോട്ടിസിൻ്റെ പൊസിഷനും ഫങ്ഷനും അതുപോലെ തന്നെ ഊളയുടെ ഫങ്ഷനും പൊസിഷനും പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ദി എപ്പിഗ്ലോട്ടിസ് is located at the entrance of larynx and അപ്പോൾ വോയിസ് ബോക്സിൻ്റെ എൻട്രൻസ്, കവാടത്തിൽ എപ്പിഗ്ലോട്ടിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ റെസ്പിറേറ്ററി ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ഡൈജസ്റ്റീവ് ദഹന വ്യവസ്ഥയിലും വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. നോക്കുക, അതിൻ്റെ പൊസിഷൻ ലൊക്കേറ്റഡ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദി ഫാരിങ്സ് ആൻഡ് ലാറിങ്സ്. ത്രോട്ട്, ഫാരിങ്സ് എന്ന് വെച്ചാൽ ത്രോട്ടും അതുപോലെ തന്നെ ലാറിങ്സ് വോയിസ് ബോക്സിൻ്റെ ജംഗ്ഷനിലാണ്, ഇടയ്ക്കാണ്. ഫങ്ഷൻ നോക്കുക. സെപ്പറേറ്റ് ദ ട്രക്കിയ, വിൻഡ് പൈപ്പ് അതായത് ശ്വാസനാളം, ഫ്രം ദ ഈസോഫാഗസ്, ഫുഡ് പൈപ്പ്. ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് ഫുഡ് ആൻഡ് ലിക്വിഡ് ഫ്രം എൻറ്ററിങ് ദ ലങ്സ് ഡ്യൂറിങ് സാലോയിങ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് വിൻഡ് പൈപ്പിലോട്ട് ഇറങ്ങാതെ, അതായത് ട്രക്കിയയിലോട്ട് പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഇത് ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിലാവും അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫുഡ് ആൻഡ് ലിക്വിഡ് ഇൻ ടു ദ ഈസോഫാഗസ് ആൻഡ് സ്റ്റൊമക്ക്, അതിലോട്ട് തന്നെ തള്ളിവിടുന്നു. ഈസോഫാഗസിലും അതുപോലെ തന്നെ സ്റ്റൊമക്കിലും ആമാശയത്തിലോട്ടും ഫുഡിനെ കടത്തിവിടുന്നു. ക്ലോസ് ഓവർ ദ ട്രക്കിയുടെ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് ഡ്യൂറിങ് സോലോയിങ്, ആ ഫുഡ് കഴിക്കുമ്പോൾ, ടു പ്രിവെൻറ്റ് എയർ ഫ്രം എൻറ്ററിങ് ലങ്സിലോട്ട് ഈ ഫുഡ് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്തോ പ്ലേസ് എ റോൾ ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ. നമ്മൾ സംസാരിക്കുമ്പോൾ ഹെൽപ്പിംഗ് ടു റെഗുലേറ്റ് എയർ ഫ്ലോ ആൻഡ് വോക്കൽ കോഡ് മൂവ്മെൻറ്റ്. എയർ ഫ്ലോയുടെയും വോക്കൽ കോഡ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം എപ്പിഗ്ലോട്ടിസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നെക്സ്റ്റ് ഉള്ള എന്ന് വെച്ചാൽ എ സ്മാൾ സോഫ്റ്റ് ആൻഡ് മൂവബിൾ പീസ് ഓഫ് ടിഷ്യൂസ് ആണ്. ദാറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം ദ ബാക്ക് ഓഫ് ദി ത്രോട്ടിൻ്റെ തൊണ്ടയുടെ ബാക്കിൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ഫാരിങ്സിൻ്റെ എൻട്രൻസിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് അബോവ് ദ എപ്പിഗ്ലോട്ടിസിന് തൊട്ട് മുകളിലായിട്ട്. അതാണ് പിക്ചറുണ്ട്, പിക്ചറിൽ കണ്ട് മനസ്സിലാക്കണം. ടെക്സ്റ്റിൽ പിക്ചർ കിടപ്പുണ്ട്. ദ ഊള പ്ലേസ് എ റോൾ ഇൻ സെവറൽ ഫങ്ഷൻസ്. നോക്കാം ഏതൊക്കെയാണ്. സ്പീച്ച്, ഹെൽപ്പ് മോഡുലേറ്റ് സ്പീച്ച് സൗണ്ട് നമുക്ക് താഴെ കുറേയൊക്കെ ചെയ്യുന്ന മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പർട്ടിക്കുലർലി ഗുട്ടറൽ സൗണ്ട്സ് ലൈക്ക് ജി ആൻഡ് കെ. swallowing assist in the movement of food and liquid in the esophagus. Next, mucus produce mucus to help keep the throat moist and trap dust and bacteria. എപ്പോഴും നമ്മുടെ ത്രോട്ട് മോയിസ്റ്റ് ഇരിക്കാൻ സഹായിക്കുന്നു. ആൻഡ് ട്രാപ്പ് ഡസ്റ്റ് ആൻഡ് ബാക്ടീരിയ ട്രാപ്പ് ചെയ്യുന്നു. ഇത്രയും മതി. ഇപ്പം നമ്മൾ ആ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു ലേബൽ ചെയ്തൊരു പിക്ചറാണ് ഈ കിടക്കുന്നത്. അതായത് ടങ്, ഫുഡ് കഴിക്കുക, ഫുഡ് എങ്ങനെ ഫുഡ് എങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിലെത്തി ഡൈജഷൻ സംഭവിക്കുന്നുവെന്ന്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ അണ്ണാക്കിനാണ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഊള എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുനാക്ക്, ഇതിനകത്തുള്ളത്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഗ്രസനി, അതായത് ത്രോട്ട് എന്ന് പറയും നമ്മൾ. എപ്പിഗ്ലോട്ടിസിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു. ഈസോഫാഗസ് എന്ന് വെച്ചാൽ അന്നനാളം, ട്രക്കിയ എന്ന് പറഞ്ഞാൽ ശ്വാസനാളം. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഫോൾഡറിലുണ്ട്. ഫസ്റ്റ് നോക്ക്. ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്ലേറ്റ്. അപ്പോൾ അണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി ടങ്ക് എന്ത് ചെയ്യുന്നു? ഫുഡിനെ
കംപ്രസ് ചെയ്ത് ഫുഡിനെ ബോൾ രൂപത്തിലാക്കി മാറ്റുന്നു. അതിനുശേഷം എന്താണ്, ഊള ക്ലോസ് ദി നേസൽ ക്യാവിറ്റി. കാരണം നമ്മുടെ മൂക്കിൻ്റെ നമ്മൾ ചില സമയം ചോറുണ്ണുമ്പം മണ്ടേ കയറത്തില്ലയോ, അപ്പോൾ അത് മണ്ടയിലോട്ട് ആ ഫുഡ് പോകാതിരിക്കാൻ വേണ്ടി നേസൽ ക്യാവിറ്റി എന്ന് വെച്ചാൽ നാസാഗഹ്വരം, മണ്ടയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഊള ക്ലോസ് ആക്കുന്നു, ഈ നാസൽ ക്യാവിറ്റിയെ ക്ലോസ് ആക്കുന്നു. ആൻഡ് ഓപ്പൺ ടു ദി ഫാരിങ്സ്. അപ്പോൾ ഈ നേസൽ ക്യാവിറ്റി എങ്ങോട്ടാണ് ഓപ്പൺ ആവുന്നത്? ഫാരിങ്സ്, ശ്വാസകോശത്തിലോട്ടാണ് ഓപ്പൺ ആവുന്നത്. അപ്പം ഉള ക്ലോസ് ആക്കുന്നു. എവിടെയാണ്? നേസൽ ക്യാവിറ്റി ക്ലോസ് ആക്കുന്നു, മണ്ടയിലോട്ട് ഫുഡ് പോവാതിരിക്കാൻ വേണ്ടി. ഇനി പൊസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ടങ് എന്ന് വെച്ചാൽ നാവിൻ്റെ പിൻഭാഗം, അതാണ് പൊസ്റ്റീരിയർ പാർട്ട്. അലോസ് ഫുഡ് ടു മൂവ് ഓവർ ദി എപ്പിഗ്ലോട്ടീസ് ഇൻ ടു ദ ഈസോഫാഗസ്. പൊസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ടങ് ആണ് ഫുഡിനെ മൂവ് ചെയ്തത്, തള്ളിക്കൊടുത്ത് എങ്ങോട്ട്, എപ്പിഗ്ലോട്ടീസിന് മുകളിലൂടെ തള്ളിക്കൊടുത്ത് എങ്ങോട്ട് പോകുന്നു? ഇൻറ്റു ദി ഈസോഫാഗസ്, അതായത് അന്നനാളയത്തിലോട്ട് പോകുന്നു. പിന്നെ ട്രക്കിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ട്രക്കിയ എന്ന് പറഞ്ഞാൽ ശ്വാസനാളം. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടീസ്. ട്രക്കിയർ, അപ്പോൾ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ട്രക്കിയ റൈസ് അപ്പ്, മുകളിലോട്ട് അല്പം മുകളിലോട്ട് പൊങ്ങിയിട്ട് എപ്പിഗ്ലോട്ടീസ് വെച്ച് അടയ്ക്കപ്പെടുന്നു. അപ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് ട്രക്കിയയിലേക്ക് കടക്കില്ല. അപ്പം ഫുഡ് വിഴുങ്ങുമ്പോൾ ട്രക്കിയ കുറച്ച് മുകളിലോട്ട് പൊങ്ങി, ശ്വാസനാളം കുറച്ച് മുകളിലോട്ട് പൊങ്ങുകയും എപ്പിഗ്ലോട്ടീസ് വെച്ച് അതിൻ്റെ കവാടം അടയ്ക്കപ്പെടുന്നു. ഫുഡ് നേരെ മൗത്തിൽ നിന്നും ഫാരിങ്സിലൂടെ ഈസോഫാഗസിലേക്ക്, അന്നനാളത്തിലേക്ക് കടക്കും. ഫുഡ് ഈസോഫാഗസിലേക്ക് കടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരൊക്കെയാണ്. ടങ് ആൻഡ് പ്ലേറ്റ്സ് ഫുഡിനെ ബോളാക്കി മാറ്റുന്നു. ഉള്ള നേസൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്ത്, അത് ഉള്ളയെന്ന് പറയുന്നത് ഫാരിങ്സിലോട്ടാണ്, ശ്വാസനാളത്തിലോട്ടാണ് ഓപ്പൺ ആവുന്നത്. അപ്പം നേസൽ ക്യാവിറ്റിയിൽ കടക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് പൊസ്റ്റീരിയർ പാർട്ട് ഓഫ് ദി ടങ് ഫുഡിനെ മൂവ് ചെയ്യിക്കുന്നു. ഏതിലൂടെയാണ്? എപ്പിഗ്ലോട്ടീസിൻ്റെ മുകളിലൂടെ അന്നനാളത്തിലേക്ക്. പിന്നെ ട്രക്കിയ, ഫുഡ് വിഴുങ്ങുമ്പോൾ ട്രക്കിയ കുറച്ച് പൊങ്ങി വന്നിട്ട് എപ്പിഗ്ലോട്ടീസ് കൊണ്ട് കവർ ചെയ്യുന്നു. അപ്പോൾ അത് ഫുഡ് ട്രക്കിയയിലോട്ട് കടക്കാതിരിക്കാൻ. നെക്സ്റ്റ് ഹ്യൂമൻ എലിമെൻ്ററി canal and related parts are given in the illustration 2.5. Analyze it according to the indicators and present your findings about the role of each part in the digestive process and about chemical digestions. അപ്പോൾ നെക്സ്റ്റ് പേജിലൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്ത് ഡൈജസ്റ്റീവ് പ്രോസസ്സും അതിനകത്ത് പങ്കെടുക്കുന്ന നമ്മുടെ ബോഡിയിലുള്ള ഡിഫറെൻറ്റ് പാർട്സും ഉണ്ട്. നോക്കാം നമുക്ക് എന്തുവാണെന്ന്. നമ്മൾ പറഞ്ഞു മൗത്താണെന്ന്. നമ്മൾ ഫുഡ് വായിലൂടെയാണ് കഴിക്കുന്നത്, അപ്പോൾ മൗത്ത്. അപ്പോൾ മൗത്തിൽ വെച്ച് തന്നെ ഫുഡിൻ്റെ ഡൈജഷൻ മൗത്തിൽ വെച്ച് തന്നെ ആരംഭിക്കും. ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബിഗിൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവറി അമിലേസ് ഓഫ് സലൈവ. സലൈവയിലുള്ള സലൈവറി അമിലേസ് അതുവഴിയാണ്, അതിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ തുടങ്ങുന്നത് മൗത്തിൽ വെച്ചിട്ട്. അപ്പോൾ ഈ സലൈവറി അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവയാണ്. അപ്പോൾ ഈ സലൈവയിലുള്ള സലൈവറി അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവറി ഗ്ലാൻഡാണ്. അടുത്തത് മൗത്തിലുള്ള ഫുഡ് എങ്ങനെയാണ് ഈസോഫാഗസിൽ എത്തുന്നതെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ഈസോഫാഗസിൽ വെച്ചിട്ട് ഫുഡിന് എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. പെരിസ്റ്റാൾസിസ് മൂവ് ദ ഫുഡ് ഇൻ ടു ദി സ്റ്റൊമക്ക്. പെരിസ്റ്റാൾസിസ് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്, ഇത് ഇങ്ങനെ തരംഗം പോലെയുള്ള മൂവ്മെൻറ്റ്, എക്സ്പാൻഷനും കോൺട്രാക്ഷനും, അതിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസോഫാഗസിലുള്ള പെരിസ്റ്റാൾസിസ് മൂലം ഫുഡ് നേരെ സ്റ്റൊമക്കിലെത്തുന്നു. ഈസോഫാഗസ് വഴി ഫുഡ് സ്റ്റൊമക്കിലെത്തുന്നു. സ്റ്റൊമക്കിലും പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റിൻ്റെ ഫലമായി ഫുഡ് പേസ്റ്റ് രൂപത്തിലാകുന്നു. അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഫുഡ് പാർഷ്യലി ഡൈജസ്റ്റീവ് ആവുന്നു. ഈ സ്റ്റൊമക്കിനകത്ത് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്, അതായത് ആമാശയരസം. ഫുഡിനെ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇത് ആമാശയത്തിലെ ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്നതാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ്, അതായത് ആമാശയ സ്രവം. ഇതിൽ എൻസൈമും ഉണ്ട്, നോൺ എൻസൈമും ഉണ്ട്. ഓക്കെ, ഇനി
ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നോൺ എൻസൈം ആണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫുഡിലുള്ള ജെംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ pH ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നു. അടുത്തത് ഈ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈമായിട്ടുള്ള പെപ്സിൻ പ്രോട്ടീനെ ഡൈജസ്റ്റ് അല്ലെങ്കിൽ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ആക്കിയിട്ട് പെപ്സിനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. ലിപ്പാസസ് ഹെൽപ്പ് ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈമാണ് ലിപ്പാസസ്. നമ്മൾ പറഞ്ഞു മൗത്തിൽ വെച്ച് സ്റ്റാർച്ചിൻ്റെ, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ പാർഷ്യലി ഡൈജഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഫാറ്റും പ്രോട്ടീനുമെല്ലാം അതേപോലെ തന്നെ ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലെത്തുകയാണ്. അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഡൈജഷൻ നടക്കുന്നത്, പാർഷ്യലി ഡൈജഷൻ നടക്കുന്നത്. മ്യൂക്കസ് പ്രൊട്ടക്റ്റ് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഈ ഡൈജസ്റ്റീവ് ജ്യൂസിൽ നിന്നും സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിലെ വോളിലുള്ള മ്യൂക്കസ് ആണ്. നെക്സ്റ്റ് നോക്ക്, ലിവറിൻ്റെ നോക്കൂ. പ്രൊഡ്യൂസസ് ബൈൽ. ലിവർ പ്രൊഡ്യൂസസ് ബൈൽ. ബൈൽ എന്ന് പറഞ്ഞാൽ പിത്തരസം, മഞ്ഞവെള്ളം, നമ്മൾ ഛർദ്ദിക്കുമല്ലോ. ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ദി ഗാൾ ബ്ലാഡർ. എൻസൈം ആർ ആബ്സെൻറ്റ് ഇൻ ബെൽ. ബെയിൽ എൻസൈമുകളില്ല. ഇറ്റ് റീച്ചസ് ദി ഡിയോഡനം. ഡിയോഡനം എന്ന് പറഞ്ഞാൽ ചെറുകുടലിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗത്തിന് പറയുന്ന പേരാണ് ഡിയോഡനം. അപ്പോൾ അവിടെ എത്തുന്നു, ഡിയോഡനത്തിൽ എത്തുന്നു. ആൻഡ് കൺവേർട്ട് ഫാറ്റ് ഇൻ ടു സ്മാൾ പാർട്ടിക്കിൾസ് ആൻഡ് റെഗുലേറ്റ് pH. ഈ ബൈലിൻ്റെ സഹായത്തോടു കൂടി ഫാറ്റിനെ സ്മാൾ പാർട്ടിക്കിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് pH ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് പാൻക്രിയാസ്. പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് റീച്ചസ് ദ ഡിയോഡനം. ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബെയിലും പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് ഡിയോഡനത്തിലെത്തുന്നു. ആൻഡ് ഹെൽപ്സ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. പാൻക്രിയാറ്റിക് അമലൈസ് ഈസ് ഇൻ ഇറ്റ് പാർഷ്യലി ഡൈജസ്റ്റ് ദ സ്റ്റാർച്ചിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യിക്കുന്നു. ഏതാണ് പാൻക്രിയാറ്റിക് അമിലേസ്? അതും ഒരു എൻസൈമാണ്. പക്ഷേ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ഒരു എൻസൈം അല്ല. ട്രിപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് ദ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യിക്കുന്നു. ഏതാണ് ട്രിപ്സിൻ? ലിപ്പാസസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ദ ലിപ്പിഡിനെ ഫാറ്റിനെ ഇൻറ്റു ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. നെക്സ്റ്റ് എവിടെത്തുന്നു? ഫുഡ് സ്മാൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു, ചെറുകുടലിലെത്തുന്നു. ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് പാൻക്രിയാസ് റീച്ച് ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഹെൽപ്പ് ഡൈജഷൻ. അപ്പോൾ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവറും പാൻക്രിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് റീച്ച് ദി സ്മാൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. അപ്പം ഏതാണ്? ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിത്താശയം ബൈലും, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇത് എവിടെ എത്തുന്നു? സ്മാൾ ഇൻറ്റസ്റ്റൈനിലെത്തിയിട്ട് ഡൈജഷനെ സഹായിക്കുന്നു. ഡിഫറെൻറ്റ് കാർബോഹൈഡ്രാസസ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ചെറുകുടലിലുമുണ്ട് കുറേ ഗ്രന്ഥികൾ, അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള ഡിഫറെൻറ്റ് കാർബോഹൈഡ്രാസസ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസ് കൺവേർട്ട് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ഇൻറ്റു സിമ്പിൾ കമ്പോണൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഡൈജഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു കെമിക്കൽ ഡൈജഷനിൽ കോംപ്ലക്സിനെ സിമ്പിളായിട്ട് മാറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ കോംപ്ലക്സ് കമ്പോണൻറ്റിനെ സിമ്പിൾ കമ്പോണൻ്റാക്കി മാറ്റുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം കാർബോഹൈഡ്രേറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് സ്മാൾ കമ്പോണൻസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗലക്ടോസ് എന്നിവയാക്കി മാറ്റുന്നു. അടുത്തേതാണ്? പ്രൊട്ടീസസ് കൺവേർട്ട് പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡാക്കി മാറ്റുന്നു. ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, വാട്ടർ, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് മെയിൻലി ടേക്ക് പ്ലേസ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് പൂർത്തിയാക്കുന്നത്. സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഡൈജഷൻ പൂർത്തിയാകുന്നതും സിമ്പിൾ ന്യൂട്രിയൻസും വാട്ടറും വിറ്റാമിനും മിനറൽസും എല്ലാം അബ്സോർപ്ഷൻ, ആഗിരണം
നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ബാലൻസ് വരുന്ന അൺഡൈജസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് എങ്ങോട്ട് പോകുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട്, വൻകുടലിലോട്ട് പോകുന്നു. ദ അബ്സോർഷൻ ഓഫ് റിമൈനിങ് വാട്ടർ, പിന്നെയും കുറച്ച് വാട്ടറോ സോൾട്ടോ ഒക്കെ അതുണ്ടെങ്കിൽ അവിടെ വെച്ച് അതിനെയും അബ്സോർബ് ചെയ്തെടുക്കുന്നു. certain bacteria of large intestine produces vitamin K and B complex. ചെറിയ ചെറിയ ബാക്ടീരിയകൾ, ലാർജ് ഇൻറ്റസ്റ്റൈനിലുള്ള ചെറിയ ചെറിയ ബാക്ടീരിയകൾ വിറ്റാമിൻ കെയും ബിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ക്യാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ടു റെക്റ്റം ആൻഡ് എക്സ്പെൽ ത്രൂ ദി ആനസ്. ആനസ് വഴി ബാക്കി വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ആനസ് വഴി പുറന്തള്ളുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൈജഷൻ ഇൻ ഹ്യൂമൻസ് ഈസ് കംപ്ലീറ്റ്ലി എക്സ്ട്രാ സെല്ലുലാർ. സെല്ലിന് പുറത്താണ് നടക്കുന്നത് ഫുള്ളും. നമ്മൾ നേരത്തെ ഹൈഡ്രയുടെയും പഠിച്ചു, അമീബയുടെയും പഠിച്ചു. കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ്റെ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് മെയിൻലി ടേക്ക് പ്ലേസ് ഇൻ സ്മാൾ ഇൻറ്റസ്റ്റൈന്. വാട്ട് ആർ ദ സ്ട്രക്ചർ? അപ്പം എവിടെ വെച്ചിട്ടാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഡൈജഷൻ പൂർത്തിയാകുന്നതെന്ന് പറഞ്ഞു. വാട്ട് ആർ ദ സ്ട്രക്ചറൽ പെക്യൂലിയാരിറ്റി ഓഫ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദിസ്? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ, പെക്യൂലിയാരിറ്റീസ്, പ്രത്യേകതകൾ എന്തെല്ലാം നോക്കാം നമുക്ക്. അബ്സോർഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് എങ്ങനെയാണെന്ന്. ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഈസ് എ ലോങ് കോയിൽഡ് മസിൽസ്. കോയിൽഡ് എന്ന് വെച്ചാൽ വളഞ്ഞു കിടക്കുന്നത്. മസ്കുലാർ ട്യൂബ് ദാറ്റ് ഈസ് അറൗണ്ട് 6 മീറ്റർ ലോങ്ങും 2.5 മീറ്റർ ഡയാമീറ്ററും ഉണ്ട്. ഡിയോഡം ഈസ് ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ദിസ്. ഞാൻ പറഞ്ഞു. The peculiar structure of small intestine is highly helpful for the digestion and absorption process. Finger-like projections are found throughout the inner wall. Finger-like projection അതിന് ഉൾവശമാണ്, ഇൻറ്റസ്റ്റൈൻ്റെ ഉൾവശമാണ് കണ്ട ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. അത് നിങ്ങൾ കണ്ട ഈ പിക്ചറിൽ, ഈ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന പിക്ചർ ഞാൻ കുറച്ച് വലുതാക്കി വെച്ചതാണ്. നെക്സ്റ്റ് നോക്കുക. അപ്പോൾ പറഞ്ഞ് മനസ്സിലായല്ലോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എന്താണെന്ന്. അപ്പം ഇതിനെ പറയുന്ന പേര്, അത് ഇന്നർ വാളിലാണ്, അതായത് ഇൻറ്റസ്റ്റൈൻ്റെ അകത്ത്. വില്ലി എന്നാണ് ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ പറയുന്നത്. ദീസ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർഷൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നു. ഹൗ ഫാർ ഈസ് ദ സ്ട്രക്ചർ ഓഫ് വില്ലേഴ്സ് സ്യൂട്ടബിൾ ഫോർ ദ അബ്സോർഷൻ പ്രോസസ്? നമുക്ക് നോക്കാം. താഴെ നോക്കുമ്പോൾ അത് മനസ്സിലാവും, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ്റെ ഒരെണ്ണമാണ്, അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ്. സിംഗിൾ ലെയേർഡ് എപ്പിത്തീലിയൽ സെല്ലുണ്ട്. ദ പ്രൈമറി സർഫസ് ഓഫ് ദി അബ്സോർഷൻ ഓഫ് ന്യൂട്രിയൻസ്. പിന്നെന്താണുള്ളത്? ബ്ലഡ് ക്യാപ്പിലറീസ്, രക്തലോമികകൾ. എ ബ്രാഞ്ച് ഓഫ് ആർട്ടിലറി എൻറ്റേഴ്സ് ദ വില്ലസ്. കണ്ടോ, ഈ ഒരു ബ്രാഞ്ച് ഓഫ് ആർട്ടിലറി ഇതിനകത്തോട്ട് എൻറ്റർ ചെയ്യുന്നു. ആൻഡ് ഫോംസ് ദ ബ്ലഡ് ക്യാപ്പിലറീസുകൾ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദേ യുണൈറ്റഡ് ടു ഫോം വെയിൻ. നീല കളറിൽ കിടക്കുന്നുണ്ടോ? വെയിനുമായിട്ട് എന്ന് പറഞ്ഞാൽ സിരകൾ, അതുമായിട്ട് യുണൈറ്റ് ആകുന്നു. അതിനുശേഷം ഒറ്റ വെയിനായിട്ട് ഫോം ചെയ്യുന്നു. അതിനുശേഷം ലീവ് ദി വില്ലസിൽ നിന്ന് പുറത്തു വരുന്നു. ഇതെന്തോ ചെയ്യുന്നത്? അബ്സോർവ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് ആൻഡ് അമിനോ ആസിഡിനെ അബ്സോർവ് ചെയ്യുന്നു. നെക്സ്റ്റ് ഉള്ളത് ലാക്റ്റേൽ. ലാക്റ്റേൽ എന്ന് വെച്ചാൽ ഗ്രീൻ കളറിലിരിക്കുന്നത്. അത് ബ്രാഞ്ച് ഓഫ് ലിംബ് വെസൽസ് ആണ്. അതിനെന്തോ ഇല്ല, ഈ ലിംബ് വെസൽസിന് കളർലെസ് ആണ്. ഈസ് എ കളർലെസ് ഫ്ലൂയിഡ് ആണ്, അതായത് കളറില്ല, വാട്ടറിൻ്റെ കളറാണ്. വിച്ച് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ലിംബ് ചെയ്യുന്നു. അബ്സോർവ് ഫാറ്റി ആസിഡ് അബ്സോർവ് ചെയ്യുന്നത് ഈ ലിംബ് വെസൽസ് ആണ്. ആൻഡ് ഗ്ലിസറോൾ ഇൻറ്റു ഇറ്റ്സ് ലിംബ്. അപ്പോൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലിംബിലെത്തിക്കുന്നത് ഏതാണ്? ലിംബ് വെസൽസ് ആണ്. ഈ ബ്ലഡ് ക്യാപ്പിലറീസും വെയിനും തമ്മിലുള്ള വ്യത്യാസം: ബ്ലഡ് ക്യാപ്പിലറീസ് ക്യാരി ഓക്സിജൻ ഫ്രം ലങ്സ് ടു ബോഡി ടിഷ്യൂ, അത് കോശങ്ങളിലെത്തിക്കുന്നു. തിരിച്ച് വെയിൻ ക്യാരീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ബോഡി ടിഷ്യൂ ടു ലങ്സ്. അപ്പോൾ രണ്ടും ബ്ലഡിലൂടെയാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ഓക്സിജൻ ടിഷ്യൂവിലെത്തുന്ന, കോശങ്ങളിലെത്തുന്നതും ബ്ലഡിലൂടെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ലങ്സിലെത്തുന്നതും ബ്ലഡിലൂടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും കൊണ്ടുപോകുന്നത് സിരകളും ധമനികളുമാണ്, അതായത് ബ്ലഡ് ക്യാപ്പിലറീസും വെയിൻസുമാണ്. ബ്ലഡ് ആൻഡ് ലിംഫ്. ഡു യു നോ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ബ്ലഡ് ആൻഡ് ദെയർ ഫങ്ഷൻ? കമ്പയർ. ബ്ലഡിന് ഏതൊക്കെയുണ്ട്? പ്ലാസ്മയുണ്ട്, ബ്ലഡ് സെല്ലുണ്ട്. പ്ലാസ്മ ഏതൊക്കെയാണ്? അതിനകത്ത് വാട്ടറുണ്ട്, പ്രോട്ടീനുണ്ട്. പ്രോട്ടീനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടീനകത്ത് അൽബൂമിയമുണ്ട്, ഗ്ലോബുലിനുണ്ട്, ഫിബ്രിനോജനുണ്ട്, പിന്നെ അതർ കമ്പോണൻസും ഉണ്ട്. ബ്ലഡ് സെല്ലോ, ബ്ലഡ് സെല്ലിൽ
ബ്ലഡ് സെല്ലിൽ റെഡ് ബ്ലഡ് സെല്ലും ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെല്ലും ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസ് എന്താണ്? ക്യാരി ഓക്സിജൻ ഫ്രം ലങ്സ് ടു ബോഡി ടിഷ്യൂ. പിന്നെന്തോ ചെയ്യുന്നു? ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ബോഡി ടിഷ്യൂ ടു ലങ്സ്. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പ്രത്യേകതയാണ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ടു പ്രൊട്ടക്റ്റ് ബോഡി എഗെയിൻസ്റ്റ് ഡിസീസസ്. ഹൗ ഡസ് ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽ ടേക്ക് പ്ലേസ് ഇൻ ഹ്യൂമൻസ്? നമുക്കറിയാം കോശത്തിനകത്ത് ബ്ലഡ് ക്യാപ്പിലറീസുകളിൽ ബ്ലഡ് കയറില്ല നമുക്കറിയാം. അപ്പോൾ കോശത്തിനകത്തേക്കാണ് ഇതെല്ലാം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ കോശവും ബ്ലഡ് കോശത്തിനകത്തോട്ട് എങ്ങനെയാണ് ഈ പ്രോട്ടീനും കാര്യങ്ങളും അതിൻ്റെ സിമ്പിൾ കമ്പോണൻസ് എല്ലാം എങ്ങനെയാണ് കോശത്തിനകത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഡോണ്ട് യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡിനെ പറ്റി നമുക്കറിയാം. ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെല്ലിൻ്റെ രണ്ട് സെല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡിനെ പറ്റിയൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് സെൽ ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ഹൗ ഈസ് ഇറ്റ് ഫോംഡ് നോക്കാം. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേഷൻ ആൻഡ് റെക്കോർഡ് റെഫറൻസ്. ഇതിനകത്ത് കണ്ടോ ആർട്ടറി ഉണ്ട്, മെയിൻ മഹാധമനി അതാണ് ആർട്ടറി. അതിൽ നിന്ന് വന്ന ശിഖരങ്ങൾ പോലുള്ള കാപ്പിലറീസുകളുണ്ട്, വെയിനുണ്ട് നീല കളറിൽ, ലിംബ് വെസൽസ് പച്ച കളറിൽ എല്ലാം ഉണ്ട്. നമുക്ക് നോക്കാം. ടിഷ്യൂ ഫ്ലൂയിഡ് വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലറീസിലൂടെയാണല്ലോ ബ്ലഡ് പോകുന്നത്. ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഓസസ് ഇൻറ്റു ഇൻട്രാസെല്ലുലാർ സ്പേസസിൽ എത്തുന്നു ഫ്ലൂയിഡ് ത്രൂ എ മൈന്യൂട്ട് പോർസ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ബ്ലഡ് കാപ്പിലറീസ് ഉള്ള മൈന്യൂട്ട് പോർസ് വഴി ഓഫ് ദി കാപ്പിലറി വാളിനകത്തുള്ള. ദിസ് ഫ്ലൂയിഡ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ സെൽ ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഒരു പദാർത്ഥത്തിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ടിഷ്യൂ ഫ്ലൂയിഡും സെല്ലും തമ്മിലാണ്. ഇനി ലിംഫ് ഓൺ പാർട്ട് ഓഫ് ദി ടിഷ്യൂ ഫ്ലൂയിഡ് എൻ്റർ ദി ലിംബ് കാപ്പിലറീസ്. അപ്പോൾ ലിംബ് കാപ്പിലറീസ് ഉണ്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന മൊത്തം ഇതാണ് ടിഷ്യൂസുകളാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് എവിടെ എത്തുന്നു? ലിംഫ് കാപ്പിലറീസ് എത്തുന്നു. ദിസ് ഈസ് കാൾഡ് ദി ലിംഫ്. ഇനി സിമ്പിൾ കമ്പോണൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാറ്റ് ഡൈജഷൻ ആൻഡ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് ആർ ട്രാൻസ് ത്രൂ ദി ലിംഫ്. ലിംഫ് കാപ്പിലറിയിൽ എത്തുന്നു, ഇതിനെ ലിംഫ് എന്ന് വിളിക്കുന്നു. സിമ്പിൾ കമ്പോണൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഫാറ്റിൻ്റെ ഡൈജഷൻ്റെ ഫലമായിട്ട് സിമ്പിൾ കമ്പോണൻറ്റ് ഫോം ചെയ്യുമല്ലോ. ആൻഡ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ ലിംബ് വഴിയിട്ടാണ് ഫാറ്റും സിമ്പിൾ കമ്പോണൻ്റ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റാമിൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ലിംഫ് വഴിയാണ്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലിടാം. ഓക്കെ, താങ്ക് യു.